ആയിട്ടാണ് ഗൈസ് വന്നിട്ടുള്ളത്. ലിവിംഗ് ഇൻ റെഡ് റൂം ഫോർ 24 hours ചാലഞ്ച്. നിങ്ങൾ ഇപ്പൊ കാണുന്നത് റെഡ് റൂം ആണ്. നമ്മുടെ സ്റ്റുഡിയോ നമ്മളൊരു റെഡ് കളറിലുള്ള റൂം ആക്കി മാറ്റിയിരിക്കുകയാണ്. കളർഫുൾ ആയിട്ടുള്ള ഒരു റൂമായിട്ട് ഗൈസ്. അതാണ് ഞങ്ങൾ ഈ ഒരു റെഡ് കളറിലാക്കി. ഇപ്പൊ സമയം 6 മണിയാണ്. 6 മണി തൊട്ട് നാളെ വൈകുന്നേരം 6 മണി വരെ ഈ സ്റ്റുഡിയോ റെഡ് റൂം ആയിരിക്കും ഗൈസ്. അതിലാണ് നമ്മൾ സർവൈവ് ചെയ്യേണ്ടത്. നമുക്കിപ്പോ തുടക്കത്തിൽ തന്നെ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോ കണ്ണൊക്കെ എന്തോ ആവുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് എന്താ അറിയോ, ഇത് കാണുമ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്നതാണ്. കാരണം ആ ഒരു റെഡ് കളറിലേക്ക് മാത്രമുള്ള സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോ തന്നെ ചിലപ്പം അവർക്ക് ഫീൽ ചെയ്യാൻ. നമ്മൾ പൊതുവെ തന്നെ കുറച്ച് ഇങ്ങനെ ടെറർ ആയിട്ടുള്ള കുറച്ച് അങ്ങനത്തെ ഒരു സിനിമകളിലൊക്കെയാണ് ഈ റെഡ് റൂമിന്റെ ക്രൈം സ്റ്റോറി, ഈ ഫോട്ടോ ബൂത്ത് അങ്ങനൊക്കെ അല്ലേ, അതിലാണ് നമ്മൾ ഈ റെഡ് റൂം കണ്ടിട്ടുള്ളത്. അതല്ലാതെ ശരിക്കും ഞങ്ങള് റെഡ് റൂമിൽ നിൽക്കുന്നത് ആദ്യമായിട്ടാണ്. പിന്നെ നമ്മള് ആ മറ്റേ സ്കേറി റൂം അത് പക്ഷെ കുറച്ച് നേരം. ഇത് നമ്മൾ 24 മണിക്കൂറാണ് ഈ റൂമിലുള്ള സർവൈവ് ചെയ്യേണ്ടത്. ഇന്ന് നമ്മള് ഇപ്പൊ മുതൽ കഴിക്കേണ്ടതും കുടിക്കേണ്ടതും ഒക്കെ ഉള്ള ഭക്ഷണങ്ങളും റെഡ് കളറിലുള്ളതാണ്. മിക്കവാറും ഇത് കഴിയുമ്പോഴത്തേക്കിനും എന്താവുന്നുള്ളത് ഞാൻ കാണൂടാ. പക്ഷെ എന്തായാലും കണ്ടതൊക്കെ ഒരു എന്താ പറയാ, ഒരു ബുദ്ധിമുട്ട് തോന്നുന്നവർക്ക് വേണമെങ്കിൽ ക്വിറ്റ് ചെയ്യാം. മാക്സിമം ഞങ്ങൾ ശ്രമിക്കും. പക്ഷെ നമ്മൾ പൊതുവെ നോക്കിയ സമയത്ത് കണ്ടത് റെഡ് റൂം ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിപ്രസീവ് ആയിട്ടുള്ള ആ ഒരു സിറ്റുവേഷൻ ആണ് റെഡ് റൂം എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഉറക്കം നഷ്ടപ്പെടാനുള്ള ചാൻസ്. നമ്മൾ ഈ വൈറ്റ് റൂമിൽ കുറെ നേരം ആൾക്കാർ ഇരുത്തിയിട്ട് എക്സ്പെരിമെന്റ് ചെയ്യില്ലേ, അതുപോലത്തെ തന്നെ റെഡ് റൂം ഇതുപോലെ കുറച്ച് സ്കാരി ആണെന്നാണ് പറയുന്നത്. ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതിപ്പോ റെഡ് റൂം അല്ലേ, ഇത് ശരിക്കും എന്തായിരുന്ന അവസ്ഥ നിങ്ങൾക്ക് കാണണ്ടേ. എന്നാലേ ഉള്ളൂ ഈ റെഡ് റൂമിലേക്ക് വന്നാലുള്ള ഞാൻ ലൈറ്റ് ഇട്ടിട്ട് കാണിച്ചു തരാം. ഇവിടെ കുറച്ചു നേരം നിന്നിട്ട് തന്നെ ആ ലൈറ്റ് ഇട്ടിട്ട് ഉള്ളോട്ടേക്ക് വരുന്ന സമയത്ത് കണ്ണിന് നല്ല എന്തോ ഒരു കുഴപ്പമുണ്ട്. ഒരു തുള്ളി വെളിച്ചം കടക്കാതിരിക്കാൻ നമ്മളെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഡോറിന്റെ അവസ്ഥ നോക്കി, ബ്ലാക്ക് ബ്ലാക്ക് ഒട്ടിച്ചിട്ടുണ്ട്. ഈ ഉള്ളിലേക്ക് തരി നോർമൽ വെളിച്ചം പോലും കടക്കൂല. ഇനി ഫുള്ള് റെഡ് കളർ ആക്കട്ടെ, വീണ്ടും റെഡ് ലൈറ്റിലേക്ക് മാറ്റട്ടെ ഗൈസ്. ഇത് ഒരു ഭയങ്കരമായ സിവപ്പ് അറയാകെ പോകുന്നത്. അതായത് അതിന്റെ അർത്ഥം എന്താ വെച്ചാല് ദിസ് ഇസ് ഗോയിങ് ടു ബി ദ സ്കേരിയസ്റ്റ് റെഡ് റൂം എന്നാണ് കേട്ടോ. ഇപ്പൊ ഇംഗ്ലീഷും തമിഴൊക്കെ ഒരുമിച്ചാണ് ഗൈസ് പറയുന്നത്. അത് ഗൈസ് എന്റെ റിലേറ്റീവ്സ് ഒക്കെ കുറച്ച് തമിഴ്നാട്ടിലുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് തമിഴൊക്കെ അറിയാം. തമിഴ് മാത്രല്ല ഗൈസ്, കുറച്ച് കന്നഡൊക്കെ കൊത്തും. അപ്പൊ എനിക്ക് അറിയുന്ന തമിഴ് വെച്ചിട്ട് ഞാൻ ഇംഗ്ലീഷ് ഡുവലിംഗോ വഴി പഠിക്കുന്നുണ്ട്. അപ്പൊ ഗൈസ് ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് തമിഴിൽ നിന്ന് ഇംഗ്ലീഷ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഡുവലിംഗോ വഴി. ഇത് നമുക്ക് ഗെയിംസ് രൂപത്തിലൊക്കെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. ഇന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാലോ, ഇംഗ്ലീഷിന് വളരെ പ്രാധാന്യമുണ്ട്. നമുക്ക് നല്ലൊരു ജോലി കിട്ടാനും എഡ്യൂക്കേഷന് വേണ്ടിയിട്ടും പിന്നെ നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു ലാംഗ്വേജ് ബാരിയർ ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പഠിക്കേണ്ടത് അത്യാവശ്യമാണ്. പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലും വളരെയധികം ഇമ്പ്രൂവ് ആവുകയും ചെയ്യും. നമ്മുടെ കൊളീഗ്സിനോടും ഫ്രണ്ട്സിനോടൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഞാനിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഡുവലിംഗോ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ലാംഗ്വേജ് ലേണിംഗ് ആപ്പാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വളരെ ഈസിയാണ് ഇതിൽ പഠിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഗെയിം കളിക്കുന്ന ലാഘവത്തോടെ നമുക്ക് ലാംഗ്വേജസ് ഈ ആപ്പിലൂടെ പഠിക്കാൻ പറ്റും. അത്രയും ഫണ്ണാണ് ഈ ലേണിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. നമുക്കൊരു ദിവസം പഠിക്കാൻ വേണ്ടിയിട്ട് 10 മിനിറ്റ് ആണ് ഉള്ളതെങ്കിൽ പോലും ആ സമയത്ത് നമുക്ക് ഡുവലിംഗോ ആപ്പ് വഴി ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. നിങ്ങൾക്ക് എത്രത്തോളം ഫ്രീ ടൈം കിട്ടുന്നോ അത്രയും സമയം നിങ്ങൾക്ക് ഈ ആപ്പിൽ സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും നിങ്ങൾക്ക് ലാംഗ്വേജ് പഠിക്കാം. ഡുവലിംഗോ ആപ്പിൽ 40+ ലാംഗ്വേജസ് ആണ് ഉള്ളത്. അതായത് സ്പാനിഷ്, ജർമ്മൻ, ഫ്രഞ്ച് അങ്ങനെ ഒരുപാട് ഭാഷകളുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും പഠിക്കാൻ പറ്റും. അപ്പൊ ഈ ആപ്പ് എങ്ങനെ യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇതാണ് അതിന്റെ ഇന്റർഫേസ് വരിക. ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. ഇതിൽ നമുക്ക് ഏത് ലാംഗ്വേജാണ് പഠിക്കേണ്ടതെന്നുള്ളതിന്റെ ഓപ്ഷൻസ് വരും. അപ്പൊ നമുക്ക് ഇംഗ്ലീഷ് കൊടുക്കാം. ഇതിൽ ഫോർ ഹിന്ദി സ്പീക്കേഴ്സ്, ഫോർ ബംഗാളി സ്പീക്കേഴ്സ്, ഫോർ തെലുങ്കു സ്പീക്കേഴ്സ്, ഫോർ തമിഴ് സ്പീക്കേഴ്സ് ഉണ്ട്. ഫോർ തമിഴ് സ്പീക്കേഴ്സിൽ നമുക്ക് ഇംഗ്ലീഷ് എടുക്കാം, കണ്ടിന്യൂ കൊടുക്കാം, ചേഞ്ച് ടു തമിഴ് ഓപ്ഷൻ കൊടുക്കാം. കണ്ടോ ഗൈസ്, നമുക്കൊരു ഗെയിം കളിക്കുന്ന ലാഘവത്തിൽ ഈ ആപ്പ് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്കിനി അടുത്ത എക്സസൈസിലേക്ക് പോകാം. അപ്പൊ ഗൈസ് അടുത്ത എക്സസൈസ് ഞാൻ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന പോലത്തെ തമിഴ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡ്യുവലിംഗോ ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ പറ്റും. അപ്പൊ ഈ ആപ്പ് കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന തമിഴ് വെച്ചിട്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിക്കാൻ പറ്റും. അത് കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 40+ ലാംഗ്വേജസ് ഉണ്ട്. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജും പഠിക്കാൻ പറ്റും. അപ്പൊ ഗൈസ് ഡ്യുവലിംഗോന്റെ ലിങ്ക് നമ്മളെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാവും. വേണ്ടവരൊക്കെ കയറി എന്തായാലും ഡൗൺലോഡ് ചെയ്യാം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ റെഡ് റൂമിലേക്ക് പോയാലോ? ഞാൻ ഇനി ലൈറ്റ്സ് ഒക്കെ ഓഫ് ആക്കിയിട്ട് റെഡ് റൂം ആക്കാൻ പോവാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഇത് സ്റ്റാർട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. അതെ, ഇത് പൊതുവെ സ്ഥലം എങ്ങനെയാ വെച്ചാല് എന്തെങ്കിലും ഒരു 24 hours ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആക്ടിവിറ്റി ഉണ്ടാവും, അല്ലെങ്കിൽ ഉണ്ടാവും. അതെ, അതൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷെ ഇത് പ്രോപ്പർ ഒരു എന്താ പറയാ ഭയങ്കര റോ ആയിട്ട് ഇരുത്തിയതാണ്. ഈ റെഡ് റൂമിൽ നിങ്ങൾ സർവൈവ് ചെയ്യാന്നുള്ള അത് മാത്രം ചെയ്താൽ ഞങ്ങൾക്ക് ആകെ ഇവിടെ ഇരിക്കേണ്ട ഒരു
പണിയുള്ളൂ, വേറെ ഒന്നും ചെയ്യാൻ. ആകെ ഡിന്നർ കഴിക്കാം, നാളെ ലഞ്ച് കഴിക്കാം, മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം, അതൊക്കെ ഉള്ളു. അതുവരെ എത്തുമോ എന്നുള്ളതൊന്നും യാതൊരു ഉറപ്പില്ല. ഗൈസ് ഞാനിതാ റെഡ് എന്താ ബീൻ ബാഗ് ആണ്. ഇതിപ്പോ ഓറഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ വാങ്ങിയത് പിങ്ക് ആയിരുന്നു, ഇപ്പൊ ഒരു ഓറഞ്ച് ഷെയ്ഡിലേക്കാണ് ഇപ്പൊ ഈ കളർ വന്നപ്പോ മാറിപ്പോയത്. ഞാനിതാ ബേജ് കളറിൽ ഇരിക്കാൻ പോവാണ്. ഇത് ഇപ്പൊ ഒരു ലൈറ്റ് ഓറഞ്ച് കളർ അല്ലേ കാണാന്? ചെറിയൊരു ഓറഞ്ച് ഓറഞ്ച് ഷെയ്ഡ്. എനിക്ക് തോന്നുന്നു കുറച്ച് നമ്മളെ കണ്ണ് മാറി ഇത് ഫുള്ള് റെഡ് കളർ. കണ്ണ് ചെറുതായിട്ട് മിന്നാൻ തുടങ്ങും. നമ്മൾ കുറച്ചു നേരം ഇതിന്റെ ഉള്ളിൽ നിന്ന് കഴിഞ്ഞാല് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ മിന്നുന്ന പോലെ തോന്നില്ലേ? അടിക്കുന്ന പോലെ അങ്ങനെ എന്തൊക്കെയോ തോന്നും. കുറച്ചു നേരം ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ സർവൈവ് ചെയ്താല് പിന്നെ നമുക്ക് കളേഴ്സ് അങ്ങനെ ബ്ലാക്ക് ആവുന്നത് പോലെ തോന്നും. ചിലപ്പോ ആ ബ്ലാക്ക് പെട്ടെന്ന് വയലറ്റ് ആവും. ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ട്, ശരിയാ. ഞാൻ കുറച്ചു നേരം ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. പിന്നെ ഇവിടെ മറ്റേ മജന്ത ഷെയ്ഡൊക്കെ അപ്പൊ തോന്നുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴും ഇത് റെഡ് കളർ ആയിട്ട് തന്നെ തോന്നിട്ട്. ഇവര് രണ്ടാളും പറയുന്നത് ഒരു മജന്ത ഷെയ്ഡ്, പക്ഷെ എനിക്ക് ഇത് റെഡ് കളർ ആണ്. ബാക്കിയുള്ളതൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഇനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് പുറത്തോട്ട് നോക്കുന്ന സമയത്ത് ഫുള്ള് കളർ മങ്ങിയ പോലെ ആയിരിക്കും ഉണ്ടാവുക. അതിങ്ങനെ ലൈറ്റ് കാണുന്ന സമയത്ത് ചിലപ്പോ നമുക്ക് ഇങ്ങനെ കണ്ണിലേക്ക് ഇങ്ങനെ വെളിച്ചടിച്ച് എന്തോ പോലെ ഉണ്ടാവില്ല. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയിരുന്നു. റെഡ് റൂമിൽ ആദ്യത്തെ ഡ്രിങ്ക് ആണെന്ന് തോന്നുന്നു വരുന്നത്. റെഡ് ഗ്ലാസ്സിൽ വാട്ടർമെലൻ ജ്യൂസ് ആണെന്ന് തോന്നുന്നു. ഇത് സംഭവം അറിയോ? റെഡ് കളർ അല്ലാതെ ഞങ്ങൾ വേറൊന്നും കാണരുത്, അതല്ലേ ഇതിന്റെ പിന്നിൽ അല്ലേ? അങ്ങനെ കഴിച്ച് നമ്മളെ റെഡ് റൂമിലെ ഫസ്റ്റ് റെഡ് ഡ്രിങ്ക് നമ്മൾ കുടിക്കാട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാട്ടർമെലൻ ജ്യൂസ്. ഇതിവിടെ സ്ട്രോബെറി ആയാലോ? ഞങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണ്ടി ഇവിടെ ഇതല്ലാതെ ഞങ്ങൾ വേറൊന്നും കാണുന്നില്ല. ഫുള്ള് റെഡ്. ഇത് ഇങ്ങനെ റോ ആക്കാൻ പാടില്ല, അല്ലെങ്കിൽ എന്തൊക്കെ ഗെയിംസ് അല്ലെങ്കിൽ ഗെയിംസ് ഒക്കെ ഞാൻ തരും. സത്യം പറയട്ടെ, ദേഷ്യം പിടിക്കുന്നുണ്ട്. സത്യമായിട്ടും ഇതിപ്പോ ശരിക്കും എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് പണ്ടൊക്കെ അല്ലേ ഈ കറണ്ട് പോകുന്ന സമയത്ത് ഫുൾ ഇരുട്ടായിരിക്കും. അപ്പൊ ഈ മണ്ണെണ്ണ വിളക്ക് അല്ലെങ്കിൽ മെഴുകുതിരൊക്കെ കത്തിച്ചിട്ട് ആ വെളിച്ചത്തിൽ മാത്രം ഇങ്ങനെ ഇരിക്കൂലേ, അതുപോലത്തെ ഒരു ഫീലാട്ടോ. അതുകൊണ്ട് കുറച്ചിങ്ങനെ ഒരു ഹൊറർ ഫീൽ ഉണ്ട് അതിന്. മൊത്തത്തിലൊരു ഇരുട്ടും ആ ഒരു റെഡ് കളർ, ആ ഒരു തീന്റെ വെളിച്ചം മാത്രം വരുമ്പോഴുള്ള ആ ഒരു വെളിച്ചല്ലേ, അതുപോലെ ഇപ്പൊ എനിക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത്. ഈ ക്രൈം സ്റ്റോറീസിലൊക്കെ അങ്ങനെയൊക്കെ ഷർട്ടിന്റെ കളർ എന്തായിരുന്നു? പച്ച. പച്ചയല്ലായിരുന്നാ? ഇപ്പൊ അതെല്ലാം കൂടെ ബ്ലാക്ക് കളർ ആയിട്ടുണ്ടെങ്കിൽ പച്ച ബ്ലാക്ക് ആവുന്നു, റെഡ് പിങ്ക് ആവുന്നു, ഓറഞ്ച് ഇത് നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു ചാലഞ്ചാണ് ഗൈസ്. ഇത് പോകെ പോകെ ഒരു ഹൊറർ രീതിയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് 2 മണിക്കൂർ ആവാനായി. ഇപ്പൊ സമയം എത്രയാ? സമയം 8:30 മണിയായി. ഇതുവരെ ഞങ്ങൾ ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു വാട്ടർമെലൻ ജ്യൂസ് ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ചെയ്യാല്ല. സത്യം പറഞ്ഞ ബോറടിക്കുന്നുണ്ട് കേട്ടോ. നോക്ക് ഗൈസ്, ഫുള്ള് ഇവിടെ വിജനമായി കിടക്കാണ്. നിങ്ങൾക്ക് എന്നെ കണ്ടിട്ട് എന്തോ പോലെ ആവുന്നില്ല ഇവിടെ. ഞങ്ങൾ ആകെ 2 മണിക്കൂറായിട്ടുണ്ട്. അപ്പത്തേക്ക് ഞങ്ങൾക്ക് മതിയായിട്ട് സത്യം പറഞ്ഞു. ഇനി ഒരു ഗെയിം വരട്ടെ, കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആവാൻ വേണ്ടിട്ട്. കുറെ കളർ ബോൾസ് കൊണ്ടുവച്ചിട്ടുണ്ട്. ഇത് വെച്ചിട്ട് ഏതൊരു കളർ കണ്ടുപിടിക്കേണ്ടി വരും അല്ലേ? അതെ, ഇത് നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് കളിക്കേണ്ട ഗെയിമാണ്. ഇത്രയും ബോൾസിൽ നിന്ന് നിങ്ങൾ പിങ്ക് കളർ മാത്രം സോർട്ട് ചെയ്തിട്ട് മാറ്റി വെക്കണം. ഏറ്റവും കൂടുതൽ അത്ര നോക്കിയാൽ മതി. അത് നോക്കിയിട്ട് കാര്യമല്ലോ, ഒന്നും മനസ്സിലാവില്ല. യെല്ലോ മനസ്സിലാവുന്നുണ്ട്, പിങ്ക് മനസ്സിലാവുന്നില്ല. ഇതിൽ നിന്ന് പിങ്ക് കണ്ടുപിടിക്കണം. അതാ ഞാനും പറഞ്ഞത്. കാര്യം ഇത് കണ്ടോ, ഇപ്പൊ ഈ ബീൻ ബാഗ് പിങ്കാ, പക്ഷെ ഓറഞ്ച് ആയിട്ടാണ് തോന്നുന്നത്. അതുപോലെ ബോൾസും അങ്ങനെ തന്നെ ഇരിക്കുന്നു. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ മുന്നിൽ കളർ ബോൾസ് കൊണ്ടുവച്ചിട്ടുണ്ട്. തുറക്കട്ടെ? തുറന്നോ? റെഡി? 3, 2, 1 സ്റ്റാർട്ട്. ഇതില്ലേ ഈ ബോള്, ഇത് തെർമോകോൾ പോലെ തോന്നുന്നു. എനിക്ക് 2 കളർ തമ്മിൽ എനിക്ക് ഡൗട്ട് ആവുന്നുണ്ട്. എന്റെ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ എടുക്കുന്നു. എനിക്ക് ഈ 2 കളർ തമ്മിൽ ഡൗട്ട് ആവുന്നു. എനിക്കും ഈ 2 കളർ തമ്മിൽ ഡൗട്ട് ആണ്. അതില് പിങ്ക് ഉണ്ട്, പീച്ച് ഉണ്ട്, മാറിപ്പോരുത്. എന്നാ പിന്നെ ഞാൻ ആദ്യം നമ്മൾ അത് 2 ഏകദേശം എടുത്ത് വെച്ചിട്ട് അതിൽ നിന്ന് നമ്മൾ സോർട്ട് ചെയ്യണം. ഞാൻ ഇത് മാത്രം എടുക്കുന്നുള്ളൂ. പിങ്ക് ഇന്റെ വക. ഞങ്ങളത് കഴിഞ്ഞ കേസ് ഞങ്ങൾ ഇതാ ഇത്രയും ബോൾസ് എടുത്തത്. ഞാൻ 1, 2, 3, 4, 5, 6 ബോൾസ് എടുത്ത്. ഞാൻ 9 ബോൾസ് എടുത്തിട്ടുണ്ട്. അതില് ഇതുണ്ടാവും, ഈ ഒരു ബോൾ കുറച്ചൊരു പിങ്ക് ഷെയ്ഡ് ആണ് എനിക്ക് ഇപ്പൊ തോന്നുന്നത്. ഇത് കുറച്ച് ലൈറ്റും. അപ്പൊ ഒന്നെങ്കിൽ ഇത് റെഡ് ആയിരിക്കും, അല്ലെങ്കിൽ ബാക്കിയുള്ളതായിരിക്കും റെഡ്. ആ ഒരു ധാരണയിലാണ് ഞാൻ എടുത്തത്. ഞാൻ 2 എടുത്തുള്ളൂ. അല്ലേ ഞങ്ങൾ
അതുകൊണ്ടാണ്. ബോൾ എടുക്കുകയും ചെയ്തു. പിന്നെ എനിക്ക് ആകെ എനിക്ക് അതില് പിങ്ക് ആയിട്ട് തോന്നുന്നത് അതൊക്കെ ഗൈസ് മൊത്തത്തില് ബോൾ ഇട്ടത്. ആ ബോൾ ഇട്ട സമയത്ത് അതിന് തപ്പി എടുക്കണ്ടേ? റിസൾട്ട് പറഞ്ഞതാ. ഓക്കെ, ഞാൻ വെളിച്ചത്ത് പോയി നോക്കിയിട്ട് റിസൾട്ട് പറഞ്ഞത്. ഗൈസ്, ഇത് ഷാമിൻ്റെതാണ്, ഇത് അഞ്ജുവിൻ്റെതാണ്, ഇത് ശ്രീൻ്റെതാണ്. ശ്രീൻ്റെ ഒരൊറ്റ പിങ്ക്, അഞ്ജുവിൻ്റെ ഒരൊറ്റ പിങ്ക്, ഷാമി എടുത്ത 2 എണ്ണം പിങ്ക് ആണ്. ഇതൊക്കെ ഒരു ബേബി പിങ്ക് ആണ് ഗൈസ്, പക്ഷെ എക്സാക്ട് പിങ്ക് ഇതാണ്. ഷാമിയാണ് ജയിച്ചത്. ഷാമി സെലക്ട് ചെയ്ത 2 എണ്ണം പിങ്കാ. അവർക്ക് ഓരോന്ന്. മറ്റേത് ബേബി പിങ്ക് ആണ്, പക്ഷെ കറക്റ്റ് പിങ്ക് ഷാമി സെലക്ട് ചെയ്ത. ഇതല്ലേ പിങ്ക്? ഇത് പിങ്കും ഇതും പിങ്ക് ആണ് ഗൈസ്. അങ്ങനെ ടോട്ടൽ 4 പിങ്ക്. ഷാമി ആദ്യമായിട്ടാണ് ഗൈസ് ഒരു ചാലഞ്ച്. ഇനി കാര്യത്തിലേക്ക് വരാം. ഇവിടെ ഞങ്ങൾ ഫുള്ള് മെസ്സാക്കിടാൻ പോവാണ്. ഒന്നാമത് ഇവിടെ കളേഴ്സ് വേറെ കാര്യമൊന്നുമില്ല. ഞങ്ങളിവിടെ 24 ഇരുന്നിട്ട് കാക്ക നാളെ ഇവിടെ 24 hours ഇന്ന് വൃത്തിയാക്കും അല്ലേ? അത് വിചാരിക്കും ഇവിടെ ഡോറ് തുറക്കുമ്പോ കളർ ഉണ്ടാവുന്നു. പുറമേത്തെ ലൈറ്റ് ഫുൾ ഓഫ് ആണ്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ ലൈറ്റ് ഇല്ല ഇവിടെ. നിങ്ങൾ എന്തിനാ പിന്നെ ഇല്ല ഇവിടെ ലൈറ്റ് ഇല്ല. അത് റെഡാ. വലിയ ബോളില്ല. നമ്മളങ്ങനെ കയ്യൊക്കെ വീശൂലേ, അപ്പൊ ഒരു പച്ച കളർ ഫീൽ ചെയ്യണ് ഷെയ്ഡ് ആയിട്ട് ഉണ്ട്. നമ്മൾ ഈ ഫിൽറ്റർ ഇൻസ്റ്റാഗ്രാമിൽ ഫിൽറ്റർ ഒക്കെ ഉണ്ടാവില്ലേ, അതുപോലെ ഗൈസ്, നമ്മൾ റെഡ് റൂമിൽ ഇരുന്നിട്ട് ഗോസ്റ്റിന്റെ സ്റ്റോറി പറയാൻ വേണ്ടി പോവാണ്. ഞാൻ അതിന്റെ കൂടെ അല്ലെങ്കിൽ നെഗറ്റിവിറ്റി ആണ് ഈ റെഡ് റൂം എന്ന് പറയുന്നത്. ഇനി ഗോസ്റ്റ് സ്ഥിരമുള്ള അല്ല ആണോ? അത് എന്ത് സംഭവം എന്നറിയോ? ഇത് ഗോസ്റ്റ് സ്റ്റോറി അല്ലേ, ഇത് ഒരു സിനിമയാണ്, റിയൽ സ്റ്റോറി ബേസ്ഡ് ആണെന്ന് അങ്ങനെ പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവൂല ചിലപ്പോ. അത് 1408 എന്ന് പ്രേതത്തിന്റെ ഒരു പണ്ട് ഞാൻ കാണാറില്ല. എന്തായാലും കണ്ടിട്ടുണ്ടാവില്ല, എനിക്ക് ഉറപ്പാണ്. 1408 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫിലിമാണ്. ഇതിലെന്താ സംഭവം എന്ന് വെച്ചാല്, ഒരു റൈറ്ററാണ്. അയാള് റൈറ്റർ പ്ലസ് എന്താ പറയാ, ഈ ഭയങ്കര എന്താ പറയാ അദൃശ്യ ശക്തികളൊക്കെ പിന്തുടർന്ന് ഇങ്ങനെ പോയി അതെല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇതൊന്നും ഇല്ലാന്ന് തെളിയിക്കുന്ന ഒരാളാണ് അയാൾ. ശരി. അപ്പൊ അദൃശ്യ ശക്തിന്റെ പിന്നാലെ അയാൾ പോകുന്നില്ലേ? അയാള് പോകുന്നുണ്ട്, പക്ഷെ അയാൾ അതിനെപ്പറ്റി എഴുതും. അതാണ് അയാളുടെ എന്താ പറയാ രീതി. അങ്ങനെ ഇതേപോലെ ഇരിക്കുന്ന സമയത്ത് ഇയാൾക്ക് ഒരു ലെറ്റർ കിട്ടും. ഇങ്ങനെ ഒരു ഹോട്ടലില്, ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ്, അവിടെ 1408 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൂം ഉണ്ട്. ആ ഹോട്ടലിൽ ഒരു റൂമാണത്. ആ റൂമില് ഭയങ്കര എന്തോ നിഗൂഢമായിട്ടുള്ള ഒരു സംഭവമാണ്, നിങ്ങൾ പോയിട്ട് സോൾവ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻവിറ്റേഷൻ ഒക്കെ പോരെ. ഇയാള് രണ്ടും കൽപ്പിച്ച് ആ ഹോട്ടലിലേക്ക് പോകും. പക്ഷെ ആ ഹോട്ടലിൽ എത്തുമ്പോൾ അതിന്റെ മാനേജ്മെന്റ് പറയും, ആ റൂം ഞങ്ങൾക്ക് വിട്ടുതരാൻ പറ്റൂല, കാരണം ഞങ്ങൾക്ക് ഒരുപാട് ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുള്ള റൂമാണ്, അത് ഞങ്ങൾക്ക് പറ്റൂല എന്നൊക്കെ പറയുമ്പോൾ ഇയാള് ഹയർ അതോറിറ്റീനെ കോൺടാക്ട് ചെയ്തിട്ട് അങ്ങനെ ഭയങ്കര ഹോൾഡൊക്കെ ഉപയോഗിച്ചിട്ട് അയാൾ ആ റൂം നേടിയെടുത്ത് അങ്ങോട്ട് കേറുമ്പോഴേ താമസിക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കേറുമ്പോഴേ ഭയങ്കര എന്താ പറയാ അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തൊക്കെയോ ഇതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അയാൾ മൈൻഡ് ചെയ്യുന്നത്, കാരണം ഇയാൾക്ക് ഈ ഒരു സാധനം ഇല്ലാന്ന് തെളിയിക്കുകയാണ് വേണ്ടത്. ആ ഒരു എഫക്റ്റിൽ അയാൾ പോണത്. അപ്പൊ അങ്ങോട്ട് കേറി ആ റൂം ഇങ്ങനെ തുറന്ന് കീയൊക്കെ ഇങ്ങനെ തിരിയുന്ന കാരണം എന്തൊക്കെയോ എണ്ണൊക്കെ തിരിയുന്ന പോലെ ഉണ്ടാവും. കീ ഇട്ട് തുറന്ന് ഉള്ളിൽ കയറി ഡോർ അടച്ചു. ഭയങ്കര നോർമൽ റൂം, നമ്മൾ സാധാരണ ഹോട്ടൽ റൂമിൽ പോകുന്ന പോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്, ഒരു കുഴപ്പമില്ല. ആൾക്കൊരു റെക്കോർഡർ ഉണ്ട് കയ്യിൽ, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞാനത് ഈ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ക്രീപ്പി റൂമിലേക്ക് ഇങ്ങനെ കയറി. കാര്യമായിട്ടൊന്നും കാണുന്നില്ല, ബെഡ് ഭയങ്കര നോർമലാണ്, സോഫ ഭയങ്കര നോർമലാണ്, എല്ലാം ഭയങ്കര നോർമലായിട്ട് ഇരിക്കുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അയാൾ ഇങ്ങനെ പോകും. അവിടുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോ ഈ നമ്മളെ ഈ ഡിജിറ്റൽ ക്ലോക്കില്ലേ, ഇങ്ങനെ എഴുതിയിട്ട് അക്കങ്ങളൊക്കെ എഴുതിയിട്ടുള്ള അത് സൈഡിലുണ്ടാവും. ആ പെട്ടെന്നൊരു സൗണ്ട് കേട്ടിട്ട് ഈ ഡിജിറ്റൽ ക്ലോക്കിന്റെ അക്കങ്ങൾ കോംപ്ലീറ്റ് അങ്ങോട്ട് മാറിയിട്ട് 60 മിനിറ്റ് കാണിച്ച 1 hour. പിന്നെ പെട്ടെന്നൊരു ശബ്ദത്തോടെ അത് നേരെ കൗണ്ട് ഡൗൺ തുടങ്ങും. ഓരോ മിനിറ്റ് 59 മിനിറ്റ്, പിന്നെ ഓരോ സെക്കൻഡ്സ് ഇങ്ങനെ മാറും തുടങ്ങും. ഇയാളിങ്ങനെ കൺഫ്യൂഷൻ ആയിട്ട് ഇതിൽ നോക്കി നോക്കുമ്പോഴത്തേക്കിനും പിന്നെ നടക്കുന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞാല് ഭയങ്കര ക്രീപ്പി ആയിട്ടുള്ള. കാരണം എന്താ വെച്ചാല് ഇയാളെ പിന്നെ മുന്നിൽ കാണുന്നത് ആ റൂമിൽ വെച്ച് മരണപ്പെട്ടവരുടെ മരണമാണ്.
മനസ്സിലായോ എന്ന് വെച്ചാല് ഒരാൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോ സൈഡിൽ ഇതേപോലെ ഒരു സോഫയുണ്ട്. എന്റെ സോഫയെ പറ്റി പറയുന്നത് ചവിട്ടിക്കൊണ്ട് വേറൊരു രീതിയിലുള്ള ഒരു സോഫ ഉണ്ട്. അത് ആ റൂമിന്റെ ടോർച്ചർ സഹിക്കാൻ വയ്യാതെ മരിച്ചു. അയാളെന്നെ മരിച്ചു. അതാണ് കാണുന്നത്. അയാൾ ഭയങ്കര പേടിച്ചിട്ട്, ഇത് ഞാൻ ഭയങ്കര ഷോർട്ടാക്കിട്ടോ പറയുന്നത്, ഞാൻ ഭയങ്കര പേടിച്ചിട്ട് ഞാൻ നേരെ അപ്പുറത്തേക്ക് നോക്കുമ്പോ അവിടെ ഒരാളെ കാണും. എന്ന് വെച്ചാൽ വേറെ അപ്പുറത്തെ ബിൽഡിങ്ങിന്റെ റൂമിൽ ഒരാളെ കാണും. എങ്ങനെയെങ്കിലും ഹലോ ഹായ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇയാളെ വിളിക്കുക, ആരെങ്കിലും ഒരാളെ കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിട്ട് വിളിക്കുക. ഡോറും തുറക്കുന്നില്ല, ഡോർ തുറക്കാൻ പറ്റുന്നില്ല, ഡോർ ലോക്കായി. മനസ്സിലായോ? എന്നിട്ട് ഡോർ എങ്ങോട്ട് പോകണം എന്നുള്ള ഒരു വഴിയുമില്ല. അവസാനം ഇങ്ങനെ വിളിക്കുമ്പോ അപ്പുറത്തെ ആൾ ഇങ്ങോട്ട് തിരിഞ്ഞു. എന്നുവെച്ചാൽ അപ്പുറത്തെ ബിൽഡിങ്ങില് റൂമത്തെ ആള് തിരിഞ്ഞു. എന്നിട്ട് ഇങ്ങനെ നോക്കി, അപ്പൊ ഇങ്ങനെ കൈ കൊണ്ട് കാണിച്ചു. അപ്പൊ അപ്പുറത്തെ ബിൽഡിങ്ങിലെ ആളും കൈ കൊണ്ട് ഇങ്ങനെ കാണിച്ചു. അപ്പൊ ഇവിടെ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് പിന്നെന്താന്ന് വെച്ചാല് ഇയാൾ ഇവിടെ ഇങ്ങനെ ആക്ഷൻ കാണിക്കൂലേ, സെയിം സാധനമാണ് അവിടുത്തെ ആള് കാണിക്കുന്നത്. എന്ന് വെച്ചാൽ ഇയാൾ ഇവിടെ കാണിക്കുന്ന സെയിം ആക്ഷനാണ് അപ്പുറത്തെ ആളും കാണിക്കുന്നത്. ഇയാളെ ഒരു ഭീകരം എന്ന് വെച്ചാൽ ഇയാളുടെ ഒരു ഈവിൾ രൂപമാണ് അപ്പുറത്ത് നിൽക്കുന്നത്. അതിന്റെ മുഖം ചെറിയൊരു ഇതായിട്ട് നമുക്ക് കാണിച്ചിരുന്നുണ്ട്. അവസാനം ഈ റൂമിൽ കഴിഞ്ഞിരിക്കും. പിന്നെ ഈ റൂമിൽ ഇങ്ങനെ ഓരോ സൗണ്ടും സാധനങ്ങൾ, ഇങ്ങനെ ഓരോ കാഴ്ചകളും, ഓരോരുത്തര് ആ ജനലിൽ കൂടെ ഓടി ചാടി ആത്മഹത്യ ചെയ്യുന്ന നിമിഷങ്ങൾ ഇതൊക്കെ ഇയാൾ കാണുക. അപ്പൊ അതിനാണ് ആ ടൈമർ വന്നിട്ടുള്ളത്. ഓക്കെ, അവസാനം ഇയാൾ ഈ റൂമിൽ നിന്ന് പുറത്ത് കടക്കാന് ഡോർ ലോക്ക്. പിന്നെ ഈ ഹോട്ടലിലെ മാപ്പ് ഉണ്ടാവില്ല നമുക്ക് വാളില്, എല്ലാ റൂമിലും ഉണ്ടാവില്ലേ, മാപ്പിലടക്കം എല്ലാം ഡിസപ്പിയർ ആയി. ഈ റൂമിന്റെ ചിത്രം മാത്രം ഒരു സ്ക്വയറിലുണ്ട്, സ്ക്വയറിൽ ഫ്രെയിം ചെയ്ത് വെച്ച പോലെ ഉണ്ട്. അവസാനം ഇതിൽ നിന്ന് പുറത്ത് കിടക്കണം. ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചാല് ഈ ജനല് വഴി പുറത്തേക്ക് കടന്നു. എന്നിട്ട് ഇങ്ങനെ ജനല് വഴി പുറത്തേക്ക് കടക്കുക ഇത്രയേ ഉള്ളൂ. ബാക്കി പാരപ്പറ്റ് കഴിഞ്ഞാൽ താഴേക്കാണ്. എത്രയോ ഉയരങ്ങളിലുള്ള സംഭവമാണിത്. അത്രയും നല്ല താഴത്തേക്കുണ്ട്. അപ്പൊ ഇയാളിങ്ങനെ നിരങ്ങി അപ്പുറത്തെ റൂമിലേക്ക് ഇങ്ങനെ പോവാൻ നോക്കുമ്പോൾ അപ്പുറത്തെ റൂമിൽ ഒരു പ്രായം പെട്ടെന്ന് ഇങ്ങനെ വരുന്നു. ജനൽ കൂടെ പേടിച്ചിട്ട് നിലത്തേക്ക് വീഴോട്ട് എങ്ങനെയോ വള്ളി പിടിച്ച് ഇപ്പുറത്തേക്ക് പോകുമ്പോ പിന്നെ അയാൾ കാണുന്ന വെച്ചാൽ ഫുള്ള് ചുമര്. ആ ബിൽഡിംഗ് മൊത്തം ഇഷ്ടിക കൊണ്ട് ജനലും വാതിലുകളും ഇല്ലാതെ പണിത ഒരു ഫുൾ ബിൽഡിംഗ് ആയിട്ട് അയാൾ കാണുന്നത്. അല്ല, ഈ കയറാൻ നോക്കിയ റൂമിന്റെ പോയി അയാൾക്ക് തിരിച്ചു കയറാൻ അയാൾ ഇറങ്ങി വന്ന ആ ഒരു ഒറ്റ ജനലേ ഉള്ളൂ. എന്ന് വെച്ചാല് ഒന്നുകിൽ അപ്പൊ ചാടി ചാവാം, അതല്ലെങ്കിൽ ആ റൂമിനുള്ളിൽ പിന്നെയും കയറാം. ഈ ഒരു അവസ്ഥ, ഈ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അവസാനം ഇയാള് തിങ്ങി ഞെരങ്ങി എങ്ങനെയൊക്കെയോ ആ റൂമിന്റെ ഉള്ളിലേക്ക് തന്നെ കയറി. അപ്പൊ അയാൾക്ക് മനസ്സിലായി ഇതിനുള്ളിൽ ടോർച്ചർ ചെയ്യപ്പെട്ട് മരിക്കാനാണ് വിധി എന്നുള്ളത്. ഇയാൾ ഒരുപാട് തെറ്റുകളൊക്കെ ലൈഫിൽ ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങളെല്ലാം അയാളുടെ മുന്നിലൂടെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന രീതിയിൽ മുന്നിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അവസാനം എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഒരുപാട് സാധനങ്ങൾ ഇനി ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളില്. ലാസ്റ്റ് എന്താ സംഭവിക്കുന്ന വെച്ചാല് ഇയാള് പറയും ഈ റൂം ഒരുപാട് ആൾക്കാരെ കൊന്നിട്ടുണ്ട്, ഞാനും ചിലപ്പോൾ മരിക്കും, പക്ഷെ ഇതിനെ കൊണ്ടിട്ടേ ഞാൻ പോകുള്ളൂ എന്ന് വെച്ചിട്ട് അയാളുടെ കയ്യിൽ ലിക്കർ ഉണ്ടായിരുന്നു, എല്ലായിടത്തും ഒഴിച്ചിട്ട് തീ അങ്ങോട്ട് വെക്കും. അയാളും എന്ത് മരിക്കും, റൂമും നശിക്കും. അങ്ങനെ തീ വെച്ച് ഫുൾ ആളി കത്തുമ്പോ ഇയാൾ ചിരിച്ചോണ്ട് അത് കണ്ടിരിക്കുക. അങ്ങനെ ഭ്രാന്തായിട്ടായിരിക്കുന്നത്. അവസാനം അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഈ സിനിമ കാണിക്കുന്നത് അതൊരു ഫുൾ ബ്ലാക്ക് ഒരിത്. അതിനുശേഷം കണ്ണു തുറക്കാലോ നോക്കുമ്പോ ഇയാള് ജീവനോടുണ്ട്, അയാൾ മരിച്ചില്ല, റൂം നശിച്ചു. എന്നിട്ട് ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് ഇയാൾ ഇങ്ങനെ ഇതാക്കുക. അപ്പൊ നോക്കുമ്പോ ഇയാളുടെ ആ റെക്കോർഡുകളെല്ലാം ഇയാൾ പറയുന്നത് ഇതെല്ലാം റെക്കോർഡഡ് ആണ്. അപ്പൊ എനിക്ക് സമാധാനം, കഥ എഴുതാനായല്ലോ. അപ്പൊ ഇനി ഞാൻ എന്തായാലും വിശ്വസിക്കാതിരിക്കൂല എന്ന് പറഞ്ഞിട്ട് കഥ എഴുതിയിട്ട് അയാളൊരു ബുക്ക് ആക്കിയിട്ട് അത് സെറ്റ് ആക്കി വെക്കും. അല്ല, തിരക്കഥയായിട്ട് അങ്ങനെ എന്തോ ഒരു സ്ക്രിപ്റ്റ് ആക്കിയിട്ട് സെറ്റ് ആക്കി വെക്കും. ഈ സാധനം അയാള് എന്നിട്ട് നേരെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ഓഫീസിൽ പോവാണ്. പോസ്റ്റ് ഓഫീസിൽ പോയി അയാൾക്ക് അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുത്ത് ഇതാക്കുമ്പോ എന്താ പറയാ, അവിടെയുള്ള ക്ലോക്ക് അയാളെ മറ്റേ പഴയ റൂമിലിരുന്നു അതേപോലത്തെ ഒരു ക്ലോക്ക്. അയാൾക്ക് അത് കണ്ടപ്പോഴേ ഭ്രാന്താവാൻ തുടങ്ങി. ഈ സാധനം എവിടെ വന്നു എന്നുള്ള രീതിയിൽ. അപ്പൊ അയാളിങ്ങനെ എന്താണ് ഒരാളെടുത്ത് പോസ്റ്റ് ഓഫീസിലെ ആളെടുത്ത് സംസാരിക്കുമ്പോ അയാൾ എവിടെയോ കണ്ടൊരു പരിചയം. നോക്കുമ്പോ ആ ഹോട്ടലിലെ അതിലെ വെയിറ്ററിന്റെ ഒരു മുഖച്ഛായ ഇയാൾക്ക്. പക്ഷെ പെട്ടെന്ന് എന്തൊക്കെയോ ശബ്ദം വന്നിട്ട് ആ പോസ്റ്റ് ഓഫീസിലുള്ള എല്ലാരും ആ വോളെല്ലാം തല്ലി പൊട്ടിക്കാൻ തുടങ്ങും. പോസ്റ്റ് ഓഫീസിന്റെ വോള് തല്ലി പൊട്ടിക്കാൻ തുടങ്ങും. പക്ഷെ ആ വോള് തല്ലി പൊട്ടിച്ചിട്ട് ബാക്കിൽ വരുന്ന വോൾ ഏതാ അറിയോ, ഈ റൂമിന്റെ വോള്. എന്ന് വെച്ചാൽ ഫസ്റ്റ് 60 മിനിറ്റ് ഒരു മണിക്കൂർ കഴിഞ്ഞു. അതിനുശേഷം അത് അയാള് കഴിഞ്ഞിട്ട് പിന്നെ ഈ റൂമിൽ തന്നെ വന്ന് ഇടുന്നത്. ഒരു ലൂപ്പ് പോലെ ഈ സാധനം തുടർന്നോണ്ടിരിക്കുന്നത്. നശിച്ചിട്ടില്ല, അയാൾ ഇപ്പോഴും അതിന്റെ ഉള്ളിൽ തന്നെയാണ്. ഇതാണ് കഥ. അപ്പൊ അയാളെ സ്വയം ആത്മഹത്യ രക്ഷപ്പെടാൻ പറ്റൂല.
അങ്ങനെ റെഡ് റൂമിലെ റെഡ് ഡിന്നർ കൊണ്ട് തന്നിരിക്കുകയാണ് ഗൈസ്. പക്ഷെ ഞങ്ങൾക്ക് ഇതിപ്പോ യെല്ലോ ആണ്. അതെ, ഞങ്ങൾക്ക് ഇത് കളർ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. സല്ലു പറഞ്ഞത് റെഡ് തന്നെയാണ്. ഷെസ്വാൻ നൂഡിൽസ് ആണ്. റെഡ് കളർ തന്നെ ഉണ്ട്. ഇത് റെഡ് കളർ ഒരു ബ്രൗൺ പോലെ അല്ലേ? ഒരു ബ്രൗൺ പോലെ ചെറിയുണ്ട് കേട്ടോ. ഇതൊരു വേറെ ഫ്ലേവർ ഉള്ള ഒരു നൂഡിൽസ്. ഇതിലെ കളർ ഞാൻ ഗസ് ചെയ്തുതരാം. ഈ ക്യാപ്സിക്കം പച്ചയാണ്. ഇതുണ്ടോ? അതാ, ഇത് എനിക്ക് പച്ചയായിട്ട് തോന്നുന്നില്ല, പക്ഷെ ഞാൻ ഏകദേശം ഒരു ഊഹം പറഞ്ഞതാ. പച്ച, ഇത് റെഡ് മുളക്, ഇതിന് പിന്നെ എല്ലാത്തിനും ഒരേ കളറാണ്. ഇതിങ്ങനെ ഇളകില്ലേ ഒരു ഞങ്ങളൊക്കെ ദൂരത്ത് ഇരിക്കൂലേ, ദൂരത്തൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മള് സാധാരണ ഇരിക്കുമ്പോ ഒരു വൈറ്റ് കളർ ഇത് ഗ്രീൻ കളറ് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ആക്കുന്ന സമയത്ത് ഞങ്ങളെ കണ്ണിൽ ഇങ്ങനെ ഒരു ഗ്രീൻ കളർ ഇങ്ങനെ ഷെയ്ഡ് ഇങ്ങനെ വരുന്നു. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഇനിയിപ്പോൾ കിടക്കാൻ വേണ്ടി പോവാണ്. ഇതുവരെ ഞങ്ങൾ വാഷ്റൂം യൂസ് ചെയ്തിട്ടില്ല കേട്ടോ. അതായത് വാഷ്റൂം യൂസ് ചെയ്യാനുള്ള ഒരു സ്ഥലമില്ല. അപ്പോൾ നമ്മൾ വാഷ്റൂം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്വിറ്റ് ചെയ്തിട്ട് പോകാൻ തന്നെ വഴിയുള്ളൂ. ഇതുവരെ ആരും പോയിട്ടില്ല, ക്വിറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മൾ കിടക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പാണ്. വേഗം ഉറങ്ങി കഴിഞ്ഞാൽ വാഷ്റൂമിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും വേഗം കിടന്നുറങ്ങാൻ പോവാണ്. രാവിലെ വരെ അങ്ങനെയാകുമ്പോൾ എന്തായാലും പിടിച്ചിടാൻ പറ്റും. ഞാൻ എൻ്റെ ബീൻ ബാഗിൽ തന്നെ കിടക്കുക കേട്ടോ. വേറെ ഒന്നുമില്ല, നമുക്ക് പതിപ്പും കാര്യങ്ങളും ഒന്നും സല്ല് തന്നിട്ടില്ല. സല്ല് പ്രാവശ്യം ഭയങ്കര റോ ആയിട്ടാണ് ഈ ചാലഞ്ച് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയുന്നില്ല. ഞാൻ എന്റെ ബീൻ ബാഗ് ഒരുമിച്ചിട്ട് ഇതുണ്ട്, ഇങ്ങനെ ഒരു ബെഡാക്കി കിടന്നോള്. ഇതിങ്ങനെ ഒരു ബെഡ് ഇത് അങ്ങോട്ട് കൂട്ടാക്കി ഞാൻ കിടന്നത് നിരപ്പായിക്കോളൂ. എന്നിട്ട് ഈ തലയിൽ എടുക്കുക. വേറെ ബീൻ ബാഗ് കൂടെ ഉണ്ടായിരുന്നല്ലോ, ഇവിടെ വെക്കുക. എന്നിട്ട് നമ്മൾ ഏകദേശം സെന്ററിൽ ഇരിക്കുക. എന്നിട്ട് കിടക്കുമ്പോൾ തല താഴ്ന്നു തലയിലെന്തിനാ വെച്ച് പൊതുവെ ലൈറ്റ് ഓഫ് ചെയ്ത് തരലുണ്ട്. പക്ഷെ റെഡ് റൂം ആയതുകൊണ്ട് ലൈറ്റ് ഓഫ് ചെയ്യാൻ പറ്റില്ല. കിടക്കാൻ നല്ല സുഖമുണ്ട് കഴിച്ചു, പക്ഷെ തൊട്ട് മുകളിൽ റെഡ് ലൈറ്റ് ആണ്. അതാണ് പ്രശ്നം. ശ്യാമിനെ പേടിപ്പിക്കാൻ നമുക്ക് പ്രേതപ്പാട്ട് പാടിയാണ്. ആ പാട്ടൊന്നും പേടിയില്ല. എനിക്ക് പേടിയില്ല. ഒരു മറ്റേ പാട്ടില്ലേ ഒരു സ്കാരി ആയിട്ട് ഞങ്ങളുള്ള ഓരോ ഗുഡ് മോർണിംഗ് ഗൈസ്. സല്ലു ഇപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. സമയം 7:15 ഇത്ര സമയമായി എന്ന് പറഞ്ഞ് ഫോണും കൊണ്ട് വന്നാണ്. മര്യാദയ്ക്ക് ഉറങ്ങാൻ പറ്റില്ല, ബാത്റൂം പോകാൻ തോന്നുക, പിന്നെ ഒരു കണ്ണുറക്കുന്ന സമയത്ത് ഒരുമാതിരി വെളിച്ചമൊക്കെ ആയിട്ട് ഉറക്കമൊന്നും ശരിയായില്ല. ഇവരൊക്കെ എപ്പോഴും നല്ല ഉറക്കമാണ്. എനിക്ക് തോന്നുന്നത് കുറേ കഴിഞ്ഞിട്ട് ഉറങ്ങിയത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈയൊക്കെ നല്ല ഉറക്കത്തിലാണ്. ഏത് സമയത്താണ് കിടന്ന് ഉറങ്ങിയെന്ന് എനിക്കറിയില്ല. ശ്യാമി ഇവിടെ മുഖമൊക്കെ മൂടി വെച്ചിട്ട് വെളിച്ചം അടിക്കാത്ത രീതിയിൽ കിടന്നുറങ്ങുക. ഫുൾ റെഡ് കളറാണ് കേസ്. ഇവിടെ രാവിലെ ആയിരുന്നു ഒരു മനുഷ്യൻ കണ്ടാൽ പറയില്ല. ഈ സമയം ഇപ്പോൾ 8:05 ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവരെയൊക്കെ വിളിക്കാം.
എണീക്കോ? 8 മണി കഴിഞ്ഞ്. എങ്ങനെ ഉണ്ടായിരുന്നു റെഡ് റൂമിൽ ഉറക്കം? ഷാമിയെ എണീക്കോ? 8 മണി കഴിഞ്ഞ്. ഗുഡ് മോർണിംഗ്. ഷാമി എണീക്കുന്നില്ലേ? 8 മണി കഴിഞ്ഞ്. ചാലഞ്ച് ഉറങ്ങി തീർക്കാൻ പറ്റില്ല. 5 മിനിറ്റ് 10 മിനിറ്റ് എണീക്കണം. സത്യം ഞാനൊരു കാര്യം പറയട്ടെ, ഉറങ്ങുന്ന വരെ ഓക്കെ. ഈ ഉറക്കത്തിൽ നിന്ന് ഇങ്ങനെ ഞെട്ടുന്ന സമയത്ത് നമുക്ക് ബാത്റൂം പോകാനേ കാര്യം. ആ ഷൂട്ട് തുടങ്ങിയ മുതൽ നമ്മൾ ബാത്റൂം പോയിട്ടൊന്നുമില്ല. അപ്പോൾ ബാത്റൂം പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്വിറ്റ് ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഉറങ്ങി ഉണരുന്ന സമയത്ത് എനിക്ക് എന്തൊക്കെ ആവാ. എല്ലാവരും ഉറങ്ങാൻ വർത്താനൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ഇത് ഈ ഒരു ഇരുട്ട് വെളിച്ചവും കണ്ണുറക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു വെളിച്ചവും. ഇവിടെ നമ്മൾ ഉറങ്ങിയിരിക്കുന്ന സമയത്ത് വെളിച്ചങ്ങളായിട്ട് എന്തോ പോലെ 8 മണി ആരെങ്കിലും പറയോ? എന്തേ ക്വിറ്റ് ചെയ്യുന്നുണ്ടോ? ഇതൊന്ന് ഭ്രാന്തായിട്ട് 10,000 കിട്ടിയ കാര്യമില്ല. എന്നാ ക്വിറ്റ് ചെയ്തോ. 5 കിട്ടിയുണ്ടോ ഗൈസ്? അങ്ങനെ രാവിലെ ആയി എന്നുള്ളത് ഞങ്ങൾക്ക് ഈ സ്റ്റുഡിയോയിൽ ഇരുന്നാൽ മനസ്സിലാവില്ല. കാരണം ഫുള്ള് ഇന്നലെ കണ്ട അതേപോലെ തന്നെ ഉള്ള ലൈറ്റാണ്. ലൂപ്പ് പോലെ ഞങ്ങളിങ്ങനെ ഉറങ്ങുമ്പോൾ ഒന്നും ഒരു എന്താ പറയാ, ഉറങ്ങുമ്പോഴും ഒരു സമാധാനത്തിൽ നമുക്കിങ്ങനെ അങ്ങനെ ഫുള്ള് മുറുകി ഇങ്ങനെ ഉറങ്ങാൻ പറ്റുന്നില്ല. ഒരുമാതിരി എന്തോ ഒരു ഫീലും. പിന്നെ ക്യാഷ് പ്രൈസ് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ ഇങ്ങനെ നിൽക്കാൻ. കിട്ടിയെന്നോ? 5 കിട്ടിയെന്നോ? ഇല്ല, എനിക്ക് ഭയങ്കര ഞങ്ങള് ആഗ്രഹിക്കും ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഞങ്ങൾ കിട്ടിയതിൽ നമുക്ക് 10,000 കൊണ്ട് പോവാന്നുള്ള വ്യാമോഹം. ഞാനിവിടെ ഉള്ളതെല്ലാം പൊടിച്ചിട്ടല്ലോ ഗൈസ്. ആ ജനലിന്റെ മുകളിലൊക്കെ പറിച്ചു കീറിയാലും അപ്പൊ എന്നെ പിടിച്ച് ആവശ്യം വരില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടോ, റെഡ് എന്തെങ്കിലും ഒക്കെ എടുത്തിട്ട് അത് തിന്നാനും ഇതോളൂ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, പല്ലേക്കാണെങ്കിൽ ബാത്റൂം പോകണം. ബാത്റൂം പോകണമെങ്കിൽ കിറ്റ് ചെയ്യണം. അയ്യേ അതെങ്ങനെ? ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇത് തന്നെ ഉള്ളൂ. അതുകൊണ്ട് ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ സെലക്ട് ചെയ്യട്ടോ. ഞാൻ ഇതെടുക്കാണ്. ഞാനൊരു ആപ്പിളാണ് ബ്രേക്ക്ഫാസ്റ്റിന് കറക്റ്റ്. പിന്നെ ബാത്റൂമിൽ പോയി കഴിഞ്ഞാൽ ഇതിൽ ഫിറ്റായി പോകുന്നുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചാലഞ്ചിലൊക്കെ ചെയ്യുന്ന പോലെ ജെല്ലൊക്കെ തുറന്ന് പോകാൻ പറ്റണമായിരുന്നു. പക്ഷെ അത് ലൈറ്റിന്റെ പ്രശ്നം ഉള്ളതുകൊണ്ട് ജെല്ല് തുറക്കാൻ പറ്റില്ല. ഞാൻ ഇന്ന് വരെ അല്ല, ചിലരൊക്കെ ബെഡ് കോഫി ഒക്കെ അങ്ങനെ കുടിക്കുന്നത് കണ്ടിട്ടുണ്ട്. തൽക്കാലത്തിന് ഒരു ദിവസം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനൊരു ആപ്പിൾ എടുത്തിട്ടുണ്ട്, ഞാനത് കഴിക്കാട്ടോ. ഞാൻ ഇന്നലെ മുതൽ സ്ട്രോബെറി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഞാൻ ഇപ്പോഴും സ്ട്രോബെറിന്റെ എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ടൈറ്റ് കോമ്പറ്റീഷനിലേക്ക് കടക്കാൻ പോവാണ്. ആർക്കും കുട്ടികൾക്ക് ലക്ഷണം കാണുന്നില്ല കേട്ടോ. ഇന്നലെ പിന്നെ എല്ലാവരും കുറച്ച് ഈ റെഡ് റൂമിലേക്ക് വന്നവര് ഒരു മൂഡ് ഓഫ് ചെയ്യുന്നു. പിന്നെ വേറൊരു കാര്യമുണ്ട്, നമ്മൾ ഓൾറെഡി നമ്മുടെ തലയില് രാത്രിയാകുന്ന സമയത്ത് ഈ ഇരുട്ടും എല്ലാം കൂടെ ആകുമ്പോ, ഈ റെഡ് റൂം എല്ലാം കൂടെ ആകുമ്പോ ആ ഒരു ഇമോഷൻ ഉണ്ടല്ലോ, ഇത് രാവിലെ ആയി എന്നുള്ളൊരു തോന്നലുണ്ട്. അതിന്റെ ഒരു എന്തോ ഒരു വെളിച്ചം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വേറെ കാര്യമുണ്ട്, ഇതിപ്പോ നമ്മള് വൈകുന്നേരം 6 മണി വരെ സർവൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ഇറങ്ങി കഴിഞ്ഞാൽ വീണ്ടും ഇരുട്ട് തന്നെയാ. വീണ്ടും കാണാൻ വന്ന് ഇരുട്ടാ. ഇന്ന് നാളെ രാവിലെ നമ്മൾ വെളിച്ചം കാണും. വെരി നൈസ്. അപ്പൊ വേഷം കിറ്റ് ചെയ്തിട്ട് പുറത്തിറങ്ങി പോകും പകരം കേട്ടോ. കുറച്ച് വെള്ളം ഇവിടെ സത്യം പറഞ്ഞ ബാത്റൂമിലൊക്കെ പോവാണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കണേ. ശ്രീന്റെ മുഖം കണ്ടിട്ട് ക്വിറ്റ് ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത്. കാരണം ശ്രീ ഇങ്ങനത്തെ ചാലഞ്ചിലൊന്നും ഇത്ര ഡൗൺ ആയി കണ്ടിട്ടില്ല. അല്ല, എനിക്ക് ചെറുതായിട്ട് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ എന്നെ കൊണ്ട് പറ്റുന്ന അത്രയും ഞാൻ വയ്യാന്നുള്ള കാര്യം ഞങ്ങളോട് അല്ലെങ്കിൽ പറയുന്നത്. പക്ഷെ ഇന്ന് ഒരു അക്ഷരം മിണ്ടിയിട്ടില്ല കേട്ടോ. ഇന്നലെ രാത്രി മുതല് ഞാൻ കൂടെ പോയിട്ട് വരെ ബലമായിട്ട് ഞാനിപ്പൊ കിറ്റ് ചെയ്യുന്നില്ല. ഇപ്പൊ ക്വിറ്റ് ചെയ്താല് ബ്രഷ് ചെയ്യാം. ഇപ്പൊ ക്വിറ്റ് ചെയ്താല് എന്താണ് ബ്രഷ് ചെയ്യാം, നല്ല ഫുഡ് കഴിക്കാം, വെളിച്ചം വൈകുന്നേരം വരെ കഴിഞ്ഞാൽ വീണ്ടും ഇരുട്ടത്തേക്ക് പോകുന്നു. അതുവരെ ബാത്റൂം പോകാൻ പറ്റില്ല, ബ്രഷ് ചെയ്യാൻ പറ്റില്ല, ഫുഡ് മര്യാദ കഴിക്കാൻ പറ്റില്ല. എന്ത് പറഞ്ഞിട്ടും കാര്യങ്ങളോട് പോവില്ല. ഞാൻ വിചാരിക്കാണ്ട് ഞാൻ പോവില്ല. എന്നാ മതി. ഞാൻ എന്നിട്ട് അവിടെ ഞാൻ ഭയങ്കര സംഭവം പറഞ്ഞു. അതിവിടെ 2-3 റൂമൊന്നും ഇല്ല. ചെറുതായിട്ട് കണ്ണ് മിന്നുന്ന പോലെ ഉണ്ട്. ഞാൻ ഒരിടത്ത് പറയായിരുന്നു,
പക്ഷെ കുഴപ്പമില്ല. ശ്രീന്റെ ആരോഗ്യത്തിന് സത്യം പറയപ്പോള് കുഴപ്പമുണ്ട് പറഞ്ഞ ഞങ്ങൾ തിരിഞ്ഞേക്കാം. അതല്ല സംഭവം ഞാൻ എനിക്ക് കണ്ണ് മിന്നലുണ്ടെന്നേ പറഞ്ഞുള്ളൂ, ഞാൻ കിട്ടിയെന്ന് ഞാൻ പറഞ്ഞില്ല. എനിക്ക് ഓൾറെഡി ഇപ്പൊ അവരൊക്കെ ബ്ലറായിട്ടാ കാണുന്നത്, അത് കൂടിക്കൂടി വരുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. വെരി ഗുഡ്. ഒരാള് ചാനലിൽ നിന്ന് ഔട്ടാവാനുള്ള സാധ്യത കാണുന്നുണ്ട്. പിന്നെ കണ്ടു നോക്കിയാൽ മതി. ശ്രീ ക്വിറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കാരണം ശ്രീ ഭയങ്കര ഡൗൺ ആയിട്ടാണ് കുറേ നേരമായിട്ട് ഇരിക്കുന്നത്. അപ്പം നമ്മൾ രാവിലെയൊക്കെ കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഉച്ചയൊക്കെ ആവാനായി. ശ്രീ ഭയങ്കര ഡൗൺ ആണ് ഗൈസ്. ഇന്നലെ മുതലേ ഒക്കെ ഇതിൻ്റെ ഉള്ളിൽ കയറിയ മുതലേ ഒക്കെ ഈ ലൈറ്റൊന്നും തീരെ പറ്റുന്നില്ല. അപ്പോൾ ഇതുവരെ ഉള്ള എങ്ങനെയോ പിടിച്ചു നിന്ന്, ഇനി പിടിച്ചു നിൽക്കും തോന്നിയില്ല ഗൈസ്. നേരത്തെ നമ്മൾ തമാശയായിട്ട് പറഞ്ഞാണെങ്കിലും ഇപ്പോൾ കാര്യം സീരിയസ് ആയിട്ടുണ്ട്. കണ്ട ഗൈസ് കുറേ നേരം ഇങ്ങനെ തന്നെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ശ്രീ ക്വിറ്റ് ചെയ്യുന്നോ? എന്ത് തോന്നുന്നു? തല ചുറ്റുണ്ട്, തലവേദനിക്കുന്നുണ്ട്. ഈ കിറ്റ് ചെയ്യുന്നുണ്ടോ? ഇല്ല. ഉറപ്പാ? 6 മണി വരെ നിൽക്കും. 6 മണി പറഞ്ഞാൽ 6:30 ആവും. സല്ലുവിന് പിന്നെ സുഖല്ലേ, അവൻ പുറത്തൊക്കെ പോയി വെളിച്ചൊക്കെ കണ്ടിട്ട് അവൻ ഈ റെഡ് വെളിച്ചം കണ്ടപ്പോ ഇങ്ങോട്ട് കയറി വരും. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ ഒരു ഗെയിം സെറ്റ് ചെയ്തിട്ടുണ്ട്. കപ്പുകൾ വെച്ചിട്ടുണ്ട്. 6 കപ്പുകളാണ് വെച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ഓരോരുത്തരുടെ കയ്യിൽ 12 ബോൾസ് ഉണ്ടാവും. 12 ബോൾസ് എടുക്ക്. എന്നിട്ട് മാക്സിമം അതിൽ വീഴ്ത്തണം കേട്ടോ. എത്ര നേരം പെടഞ്ഞ് കളിക്കുന്നു ഇവിടുന്ന്. 9 5 തോറ്റ ഗൈസ് ചെയ്യാണ്. സന്തോഷിക്കുന്നത് വേണ്ട, എത്ര നേരം എനിക്കെല്ലാം കൂടെ സത്യം എനിക്ക് തലവേദനയാവുണ്ട് നല്ലോണം. ഇവരെന്നെ അനുഭവിച്ചോട്ടെ. വിഷമുണ്ടാ കാര്യത്തില്. ഇവര് ഇന്ന് എത്ര മണിക്കൂർ ഇനി ബാക്കിയുണ്ടെന്ന് അറിയോ? ഇനി ആ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനത്തെ ഒരു ചാലഞ്ചിന് ഇത്രയും നേരത്തെ ക്വിറ്റ് ചെയ്ത് പോകുന്നത് ഗൈസ്. അതെനിക്ക് മനസ്സിലാവുന്നുണ്ട്. ശ്രീക്ക് പകരം ഞാനാണ് ഇറങ്ങി പോകുന്നത്. എനിക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഇത്ര പെട്ടെന്ന് ക്വിറ്റ് ചെയ്യില്ലായിരുന്നു, പക്ഷെ എനിക്ക് വാഷ്റൂം യൂസ് ചെയ്യണം. പിന്നൊന്ന് വിളിച്ചൊന്ന് കാണണം, എനിക്ക് തലവേദന എടുത്തിട്ട് വയ്യ. അവിടെ പോയില്ലേ എവിടെ അവർക്ക് ഇത്രയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ കൂടെ ക്വിറ്റ് ചെയ്ത് ഞാൻ പോട്ടെ. എനിക്ക് സത്യമായിട്ട് വയ്യാണ്ടാണ്, അല്ലെങ്കിൽ എത്ര നേരത്തെ ക്വിറ്റ് ചെയ്ത് പോവില്ലായിരുന്നു. എന്തായാലും പറയാം. അപ്പോൾ ശ്രീ ഒഫീഷ്യലായിട്ട് ചാലഞ്ച് ഒന്ന് ക്വിറ്റ് ചെയ്യാണ്. അപ്പൊ 10,000 ശ്രീക്ക് വേണ്ട. ഞങ്ങൾ 5,000 ആയിട്ട് ഒപ്പരാളോട്ട് അറിയാലോ. പക്ഷെ 6 മണി വരെ നിൽക്കണം. ആണല്ലേ? അപ്പൊ 20,000 ഇല്ല, 10,000 രൂപ. ശ്രീ ഏത് സമയത്ത് കിറ്റ് ചെയ്തെന്ന് പറഞ്ഞോണ്ടാ? ശ്രീ ഇപ്പം 1 മണിക്കാണ് കിറ്റ് ചെയ്തത്. 6 മണിക്കൂർ 6 മണിക്കൂർ 5 മണിക്കൂർ ഇനി ഇരിക്കണം. 6 മണിക്കൂർ എന്തായാലും എനിക്ക് ഇതിന്റെ ഉള്ളിൽ സർവൈവ് ചെയ്യാൻ പറ്റില്ല. ശ്രീ പോയ സ്ഥിതിക്ക് ഞങ്ങളത് വിജയത്തോട് അടുത്തോണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്ക് നല്ല വിഷമമുണ്ട്, ഞങ്ങൾക്ക് കൂടെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഞങ്ങള് പൊരുതി നിൽക്കും. ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഇവളെ ഞാൻ അധികം വളരെ അനുവദിക്കില്ല. പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് കാണാം. അപ്പൊ എന്തായാലും നമ്മള് ആ ശ്രീ പോയ സന്തോഷത്തിൽ ഗെയിം കളിക്കാൻ പോവാണ്. അപ്പൊ നിങ്ങൾക്ക് മോർണിംഗ് ആയപ്പോ കുറച്ച് എനർജി കൂടിയില്ലേ? ഏതായാലും ഇതിനോട് ഗൈസ് ഇങ്ങോട്ട് വാ, ഞാൻ കാണിച്ചുതരാം. ഈ ജനലിന്റെ അപ്പുറത്ത് വെളിച്ചാന്നാലേക്കും ഒരു സന്തോഷം, ഒരു സമാധാനം, അതുകൊണ്ടാണ് ഇത്രയും എനർജി. ഗെയിം സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പോയി 2 ഒരാൾക്ക് 12 ചാൻസ് ആട്ടോ. സാധാരണ ചാലഞ്ച് ചെയ്യുമ്പോ നല്ല ഫുഡ് എന്തെങ്കിലും കിട്ടലുണ്ട്. കുറച്ച് ഫ്രൂട്ട്സ് മുന്നിൽ കൊണ്ടുവച്ച് ഞങ്ങളെ പറ്റിച്ചതല്ലാതെ വാഷ്റൂം യൂസ് ചെയ്യാൻ പറ്റില്ല, വെളിച്ചം കാണാൻ പറ്റില്ല, ഇരുട്ടത്ത് ഒരുമാതിരി വൃത്തിയൊക്കെ വെളിച്ചത്തിൽ ഇരിക്കും വേണം. എല്ലാം കൂടെ ആയിട്ട് ശ്രീ പോയില്ലേ ഞങ്ങൾ എന്തോ വലിയ കുറ്റകൃത്യം ചെയ്ത പോലെ ഞങ്ങക്ക് ചോറും എന്തത് തക്കാളി കറി. തക്കാളി കറി അല്ലേ? എന്തോ കളറുണ്ട്, എന്താന്ന് അറിഞ്ഞൂടാ. ഇനിയിപ്പോ വെളിച്ചം കാണിച്ചാൽ മനസ്സിലായില്ല. ഇത് ടേസ്റ്റ് ഉണ്ട്, പക്ഷെ നല്ല ഫുഡൊന്നുമില്ല. റെഡ് ചിക്കൻ പൊരിച്ചത് കൊണ്ടുവരണോ? വേണ്ട എനിക്ക് ഇതിന്റെ ഉള്ളിൽ പുറത്തറിയാല്. എന്നാ ക്വിറ്റ് ചെയ്തോ? 2 പേരും കൂടി 6 മണിക്ക് മുന്നേ ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും ക്യാഷ് പ്രൈസ് ഇല്ല. ഇപ്പൊ അങ്ങനെ ആയില്ലേ? 5 4.5 മണിക്കൂർ കൂടി. എനിക്ക് വാഷ്റൂം പോലാണ് എന്റെ മെയിൻ പ്രശ്നം. എനിക്കുണ്ട്. ഞാൻ ഒരു കാര്യം, 2 ആളും ഇറങ്ങി കഴിഞ്ഞാൽ 2 ആൾക്ക് വിഷമില്ല.
അങ്ങനെ ചെയ്യൂ. ആദ്യം ആരെ കാലെടുത്ത് വെക്കുന്നെങ്കിൽ വെക്കണോ? പറ്റുമോ? ഒപ്പരം സല്ല 5000 രൂപ ഇത് തരും. ഇല്ല, 6 മണി വരെ സർവൈവ് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ 5 ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഷാമി 6 മണി വരെ ഇരുന്നാൽ മാത്രമേ ക്യാഷ് പ്രൈസ് കിട്ടുള്ളൂ. ഇത്രയും ഞങ്ങൾ അനുഭവിച്ചതും പോരാ, അതിന്റെ കൂടെ എനിക്ക് 6 മണിക്ക് ഇരുന്നാലേ ക്യാഷ് പ്രൈസ് അത് നടക്കൂല. എന്നാ ക്വിറ്റ് ചെയ്തോ. അല്ല ചെല്ലോ, എങ്ങനെ പുറത്തത്തെ വിളിച്ചോക്കെ സാധാരണ ദിവസങ്ങളൊക്കെ പോലെ തന്നെ ഇപ്പൊ നിങ്ങൾ പുറത്തിറങ്ങുന്ന സമയത്ത് കുറച്ചൊരു മങ്ങിച്ച ഫീൽ ചെയ്യും, ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ഫീൽ ചെയ്യും. ഇടയ്ക്ക് പുറത്ത് പോകുമ്പോൾ ആ എങ്ങനെയാണ്? അതല്ല ഞാൻ ചോദിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഫുള്ള് മഞ്ഞ കളർ ആയിരിക്കും. ആ കാരണം സാധാ പകല് പോലെ ഉണ്ട്. നല്ല സൂര്യനൊക്കെ ഉദിച്ച് ഡെക്കറേഷൻ പിന്നെ ഉദിക്കാതെ രാവിലെ ആവൂലല്ലോ. എന്നാലും നല്ല വെളിച്ചം, നല്ല സണ്ണി ഡേ ആണ്. എനിക്കത് ഇമാജിൻ പോലും ചെയ്യാൻ പറ്റുന്നില്ല. നല്ലൊരു സൺഡേയുടെ ഇവിടെ ഈ ഇരുട്ടടുത്ത റൂമിൽ നിന്ന് പുറത്തേക്ക് ഈ വേറെ ഒന്ന് വെയിൽ കൊള്ളാൻ തോന്നുന്നുണ്ടോ? സത്യം തോന്നുന്നുണ്ട്. നമ്മള് ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഒരു 1/4 മണിക്കൂർ കഴിഞ്ഞിട്ടോ. ഇപ്പൊ ചെറുതായിട്ട് എനിക്ക് എന്തൊക്കെയോ ആവുന്നുണ്ട്. എനിക്ക് ഒരു ഉഷാറില്ല, എന്തൊക്കെയോ വരാം. എനിക്ക് ഇങ്ങനെ പുറത്തിറങ്ങിയാൽ മതി എന്നാണ്. എനിക്കും അതുപോലെ ഉണ്ട് ഗൈസ്. പക്ഷെ 5 ഇറങ്ങാൻ ഇറങ്ങണോ? 5 ഇറങ്ങണോ? സൂര്യനൊക്കെ കണ്ടുപോര്. സൂര്യനാ ഞാൻ കണ്ടോളാം. ഇപ്പൊ ഞാൻ കണ്ടിട്ട് എന്തോ തോന്നില്ലേ? അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എനിക്ക് എന്താ പറയണ്ടെന്ന് അറിയില്ല. സ്ത്രീ രക്ഷപ്പെട്ടു പോയതാണ് ഗൈസ്. സ്ത്രീ അപ്പോഴേ പോയത് നന്നായി. ഞാനൊന്ന് ആലോചിച്ചോക്ക്, ഇനി ഇത്തിരി മണിക്കൂർ എനിക്ക് ബാക്കിയുണ്ട്. ഞാൻ ഇപ്പൊ കിട്ടിയിട്ട് വന്നാൽ എന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ചോക്ക്. അതല്ല പ്രധാനം, വയ്യായിക്കാണ് പ്രധാനം. ഞാൻ കിട്ടിയാണ്, ഞാൻ കിറ്റ് ചെയ്യും. പക്ഷെ കിട്ടിയില്ല. ഇപ്പൊ കിട്ടിയ പൊരുതി തോറ്റ പോലെ ഉണ്ടാവുള്ളൂ. അപ്പൊ സ്ത്രീ പൊരുതിയില്ലെന്നല്ലേ ഈ പറയുന്നത്? ഞാൻ അവളോട് ഇറങ്ങി കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കും, നോക്കിപ്പോ. അതല്ല ഞാൻ പറഞ്ഞത്. ശ്രീന്റെ ഇതില് ശ്രീ പൊരുതി പോയതാണ്. പക്ഷെ 5 ഇപ്പൊ ഇത്രയും പൊരുതിയില്ലേ? മതി. വെറുതെ ശരിക്കും ഒരു 3 മണിക്കൂറൂടെ ബാക്കിയുള്ള അഞ്ചു. ഒരു രക്ഷയില്ല. ഞാൻ എന്റെ മാക്സിമം നോക്കി, എനിക്ക് പറ്റുന്നില്ല. എനിക്ക് ഈ വെളിച്ചത്തിൽ ഇരിക്കുന്നതിന്റെ പ്രശ്നം എനിക്കിപ്പോൾ അത്ര തോന്നില്ല. പക്ഷെ എനിക്ക് വാഷ്റൂമിൽ പോകണം, പിന്നെ കാര്യമായിട്ട് എന്തെങ്കിലും വെള്ളം കുടിക്കണം. കാര്യം വെള്ളമൊന്നും ഇവിടുന്ന് കുടിക്കുന്നില്ല. കാര്യം വാഷ്റൂം പോകാനുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് വെള്ളം കുടിക്കണം. എനിക്ക് എന്തായാലും കിട്ടിയത് പറ്റുള്ളൂ. ഞാൻ ഒറ്റയ്ക്ക് ഇരിക്കുന്നപ്പോഴാണ് പ്രശ്നം. ഞാൻ ഒരു 5:30 ഇറങ്ങിയോ? എനിക്ക് 1/2 മണിക്കൂർ ഒറ്റയ്ക്ക് ഇരുന്നാ മതി. 1/2 മണിക്കൂർ ഒറ്റയ്ക്ക് ഇരുന്നാ പോരാ. 6:20 നമ്മൾ കയറിയത്. 6:20 ഇരിക്കണം. അപ്പൊ 5 ഒഫീഷ്യലായിട്ട് ക്വിറ്റ് ചെയ്യണം ഗൈസ്. ഇനി ഷാമി മാത്രമാണ് ബാക്കിയുള്ളത്. ഷാമി ഇപ്പോഴും ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. ആ സമയം വരെ ഇരുന്നാലേ ജയിച്ചു എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഇവിടെ ഇറങ്ങി കഴിഞ്ഞ ഒരു മണിക്കൂർ എനിക്ക് പോയിക്കൂടെ? ജസ്റ്റ് 3 മണിക്കൂർ. ഞാൻ 3 മണിക്കൂർ കൂടിയുള്ളൂ. ഞാൻ 3 മണിക്കൂർ ശ്രീ പറഞ്ഞ കഥ പോലെ തോന്നണേ. 1408 ഞാൻ പോവാ. ഞാൻ ലൂപ്പില് പെട്ടുപോലെ. സല്ല് ഇവിടെ നിൽക്കുവോ? സല്ല് പോവില്ലേ? ഞാൻ ഇടക്ക് പോവും. ഇടയ്ക്ക് പോവും. ശ്രീനോട് വരാൻ പറയുന്നത് കുറച്ചേരല്ലേ വെളിച്ചം കാണുന്നത്. ഞാൻ പോവാ. ഞാൻ വെളിച്ചം കാണാൻ പോവാ. സൂര്യനെ കാണാൻ പോവാ. സൂര്യനെ കാണാൻ പോവാണ്. ഞാൻ ഇനിയും ഇറങ്ങുമ്പോ ഇരുട്ടായിക്കൂലേ? അപ്പൊ ഞാൻ 2 ദിവസം നാളെയാണ് ഇനി വെളിച്ചം കാണുള്ളൂ. അപ്പൊ 2 ദിവസം ഞാൻ ഫുള്ള് ഇരുട്ടാക്കാം. ഷാമി ഇങ്ങോട്ട് നോക്കുമ്പോൾ എന്നോട് നോക്കിയാൽ ഡോർ തുറക്കാൻ പറ്റില്ല. വെയിറ്റ്. കണ്ണു കുത്തിയിരുന്നോ? അങ്ങനെ 5 പോയി ഗൈസ്. ഞാൻ അവിടെ ഒറ്റക്കാണ്. അയ്യോ, ഇവിടെ ഭയങ്കര ശൂന്യതുണ്ട്. ഊരിലൊക്കെ പിന്നെയും കുഴപ്പമില്ലായിരുന്നു. എനിക്ക് കുറച്ച് സമയം കൂടെ എനിക്ക് നിൽക്കാനുള്ളൂ. പക്ഷെ ആ സമയം എങ്ങനെയെങ്കിലും ഒന്ന് തള്ളി നീക്കണം ഗൈസ്. എന്തൊക്കെയോ ആവുന്നുണ്ട് ഗൈസ്. തലവേദന ആവുന്നുണ്ട്, കണ്ണ് എന്തൊക്കെയോ ആവുന്നുണ്ട്, വാഷ്റൂമിൽ പോകാനുണ്ട്. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ എത്തും പിടിയും കിട്ടുന്നില്ല. ഞാൻ ഇവിടെയൊക്കെ കിടക്കാൻ പോകും ഗൈസ്. വിശക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ ഫ്രൂട്ട്സ് എടുത്ത് കഴിക്കുക. ഇതൊന്നും ആരും വരെ കഴിച്ചിട്ടില്ല കേട്ടോ. സ്ട്രോബെറി ഇതാ ബാക്കിയുള്ളൂ. സ്ട്രോബെറി തിന്നത് ആകെ ശ്രീയാണ്. പിന്നെ ഒരു ആപ്പിളറ്റ് 5 എടുത്ത് തിന്ന്. ഞാൻ ആരും തിന്നിട്ടില്ലേ, ഞാനേ തിന്നുള്ളൂ. ഒരു ബൗളുണ്ടേനു, അത് ഞാൻ തിന്ന്. കുറച്ചുകൂടെ എൻ്റെ അടുത്ത് തിന്നിട്ടെ. ആരുമില്ലായിട്ട് ഭയങ്കര മൂക്കത ഗൈസ്. നേരത്തെ ഭയങ്കര എക്സ്ട്രീമായി. ഇനി വെറും ഒരു 1.5 മണിക്കൂറേ ഞാൻ ഇരിക്കേണ്ടതുള്ളൂ. അതുകൊണ്ട് മാത്രം ഞാൻ സഹിച്ചു നിൽക്കുകയാണ്.
കിട്ടിയെന്നോ? ടൈം എത്രയായി? 6:14. എനിക്ക് കിട്ടിയില്ല. എനിക്ക് ആകെ നീ 5-6 മിനിറ്റ് അല്ലേ? 6 മിനിറ്റ് കൂടെ അല്ലേ ഗൈസ്? ഇനിയിപ്പോൾ കിറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. 6 മിനിറ്റ് കൂടെ കഴിഞ്ഞ് ഞാൻ എന്തിട്ട് ജയിക്കും. പക്ഷെ വല്ലാത്തൊരു ജയിപ്പ്. ഇത് ആരുമില്ല. ഞാൻ ഒറ്റയ്ക്ക് മറ്റേ സ്ലീപ്പിങ്ങിൻ്റെ 24 hours നോ സ്ലീപ്പ് ചാലഞ്ച് ചെയ്തിട്ടില്ലേനോ, അതേപോലെ ചുറ്റിൽ ആരും ഇല്ലാതെ ഒരു ശൂന്യതയിലാണ് ഗൈസ് ഞാൻ ജയിക്കുന്നത്. ഇനി 2 മിനിറ്റ് കൂടെ ഗൈസ്. 2 more minutes. 6:19. 10 മിനിറ്റ് കൂടെ ഗൈസ് ബാക്കിയുള്ളൂ. കുറച്ച് സെക്കൻഡ് കൂടെ ബാക്കിയുള്ളൂ. 6:20. എല്ലാതും എന്താ ഈ ലൈറ്റിനൊക്കെ ഒരു ഗ്രീൻ ഷെയ്ഡ് അടിക്കുന്ന പോലെ തോന്നുന്നു. പക്ഷെ നല്ല സമാധാനമുണ്ട് ഗൈസ് ഈ വെളിച്ചമൊക്കെ കാണുന്ന സമയത്ത്. പക്ഷെ ഒരില്ല. ഇനി ഞാൻ സൂര്യനെ കാണുന്നുണ്ടെങ്കിൽ നാളെ രാവിലെ വരെ വെയിറ്റ് ചെയ്യണം ഗൈസ്. പക്ഷെ ഞാൻ ജയിച്ച്. പൈസ എടുക്ക് 10,000 ഉറുപ്പ്യ ഗൈസ്. ഇങ്ങനത്തെ ചാലഞ്ചിലൊക്കെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ്. ഗൂഗിൾ പേ ആണോ? യെസ്. എനിക്ക് പ്രൂഫ് അടക്കം കൊടുക്കണം അവിടെ. ഈ ചാലഞ്ചിൽ ഞാൻ ജയിച്ചിരിക്കുകയാണ്. എനിക്ക് ഒട്ടും സമയമില്ല ലേറ്റ് ആകാൻ വേണ്ടി. എനിക്ക് വാഷ്റൂമിൽ പോകാണ്ട്, ഫുഡൊക്കെ കഴിക്കാണ്ട്, വെള്ളം കുടിക്കാണ്ട് ഒരുപാട് പണികളുണ്ട്. ഇത്രയും നേരം ഞാൻ വളരെ കഷ്ടപ്പെട്ട് നിന്നതാണ് കേട്ടോ. ഒരു കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നിന്നത്. പക്ഷെ ഒരു ദിവസം നമ്മൾ വാഷ്റൂമിൽ പോകാതിരിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ വെള്ളമൊന്നും മര്യാദയ്ക്ക് കുടിച്ചിട്ടേ ഇല്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്ര പെട്ടെന്ന് വരും.